ഹായ് ഫ്രണ്ട്സ്, കൃഷ്ണകിരീടം അല്ലെങ്കിൽ ഹനുമാൻ കിരീടം എന്നൊക്കെ അറിയപ്പെടുന്ന പൂവാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരു കിരീടത്തിൻ്റെ ഷേപ്പ് ഉള്ളത് കൊണ്ട് തന്നെയാണ് അതിന് ആ ഒരു പേര് വന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചിത്രശലഭങ്ങളെ ധാരാളമായിട്ട് ആകർഷിക്കുന്ന പൂവാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ പൂവ് മൊത്തം വിരിഞ്ഞ് തീരാനായിട്ട് 6 മാസമെങ്കിലും എടുക്കും കേട്ടോ പറയുന്നത്. അതുകൊണ്ട് ഇതിന് 6 മാസ ചെടി എന്നതിന് പേരുണ്ട്. നമ്മളവർക്കൊരു പൂവൊക്കെ വിരിഞ്ഞ് തീരാനായിട്ട് അത്ര സമയം വേണമെന്ന് ഓർക്കും. പക്ഷേ സത്യം കേട്ടോ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ നാളായിട്ട് ഞാൻ ഈ പൂവ് ഇവിടെ നിൽക്കുന്നത് കാണാറുണ്ട്. അതുപോലെ ഇപ്പോൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, അതിൻ്റെ മുകളിലോട്ടൊക്കെ ഒത്തിരി മുട്ടുണ്ടായി നിൽക്കുന്നുണ്ട്. പൂവിൻ്റെ ഇടയ്ക്കൊക്കെ മുട്ടുണ്ട്. ഓരോ പൂവുണ്ടായി പോകുന്നതിനനുസരിച്ച് തന്നെ പിന്നെയും മുട്ടുണ്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് ഫുള്ളായിട്ടും വിരിഞ്ഞ് തീരാനായിട്ട് 6 മാസമെങ്കിലും എടുക്കും എന്നാട്ടോ പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിന് പലതരം പേരുകളുണ്ട് കേട്ടോ. കൃഷ്ണകിരീടം, ഹനുമാൻ കിരീടം, 6 മാസ ചെടി, പിന്നെ വേറെയും പല പേരുകൾ ഇതിനുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഒന്നും കാണാറില്ല കേട്ടോ, ചില സ്ഥലങ്ങളിലൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത.